ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ടൈപ്പിലുള്ള ഒരു ബിരിയാണിയാണ്. സാധാരണ മസാലയൊന്നും ഇല്ലാത്ത എന്നാൽ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം മസാല ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 8-9 പച്ചമുളക് എടുക്കുക. പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10-12 ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. അതൊരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ. അതിനുശേഷം നമുക്കൊരു പോട്ട് എടുക്കാം. ആ പോട്ടിലേക്ക്, ബിരിയാണി പോട്ടിൽ തന്നെ നമ്മൾ ചെയ്യണത്, അതിലേക്ക് ഒരു 2 മീഡിയം സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അധികം ചെറുതാക്കിയിട്ടില്ല, ഒരുവിധം ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഇത്. അപ്പോൾ അതും ഞാൻ ആ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇതിലങ്ങനെ മസാല കാണൂല കേട്ടോ, ഇറച്ചി മാത്രം റൈസിൻ്റെ ഒപ്പം ഉണ്ടാവുള്ളൂ. എടുത്തു മാറ്റാനുള്ള പരുവത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ ചതച്ച് വെച്ചില്ലേ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, അതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവറുള്ള ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണമെന്നുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും വേണം. അപ്പോൾ പുതിനയില ഒരു എടുക്കുന്നതിൻ്റെ പകുതി നമുക്ക്, മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതി പുതിനയില എടുത്താൽ മതി. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പുതിനയില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി ഇപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടൊരു 1/4 ടീസ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം ലാസ്റ്റ് ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. മസാലപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം അതിട്ടാൽ മതി. മസാലപ്പൊടിയുടെ കറക്റ്റ് റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ, അതൊരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെക്കുക. പിന്നെ വേണ്ടത് നാരങ്ങാനീരാണ്. അതൊരു ഫുൾ നാരങ്ങയുടെ നീര് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങാനീരൊക്കെ ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. നല്ല ജ്യൂസി ആയിട്ടിരിക്കാനുള്ള ഒരു കാരണം ഈ നാരങ്ങാനീര് ചേർക്കുന്നതാണ്. പിന്നെ തൈരും ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം തൈരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പുളിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തൈരിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഇനി നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നല്ല ഞെരടി ആ സവാളയിലും തക്കാളിയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്ന് നല്ലോണം ഇത് നന്നായിട്ട് യോജിക്കണം.
അപ്പോൾ അതുവരെ മിക്സ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. കൈ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ, അല്ലാതെ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്താലൊന്നും മിക്സ് ആകത്തില്ല. ഇങ്ങനെ മസാല ഉടഞ്ഞ് കിട്ടൂല, അതാ പ്രശ്നം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല ഞെരടി യോജിപ്പിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞില്ലേ മസാലപ്പൊടി തീർന്നു പോയി, അതുകൊണ്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വെക്കാം. ചിക്കൻ ഇട്ടിട്ട് ഉടനെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ടിട്ട് ഇട്ടാണ് കേട്ടോ. ഇട്ടാൽ ഒരു ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടിട്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഇടുമ്പോൾ ഉപ്പ് നോക്കാം കേട്ടോ, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂറിൽ മേലെ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അരമണിക്കൂർ മിനിമം വെക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അതാണ് പിന്നെ ഉപ്പ് ഞാൻ ഇട്ടത്. ഇനി ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിൽ റൈസ് ഉണ്ടാക്കണതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ റൈസ് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് ക്ലിയറായിട്ട് ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിലും നന്നായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് 1 കപ്പോളം ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാൻ ഗ്യാസിലല്ലാട്ട് വെക്കണേ, അടച്ച് 1 മണിക്കൂർ കറക്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ റൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് മസാലകളെന്ന് വെച്ചാൽ സവാള പൊരിച്ചത്, കശുവണ്ടി പൊരിച്ചത്, അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഇതിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സവാളകളും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി, കശുവണ്ടി എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടോ, അതുകൊണ്ട് ഞാനത് എടുക്കാഞ്ഞു. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, മസാലപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് ആ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച മസാലകൾ വറുത്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. സവാള മാത്രം വറുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ മല്ലിയിലൊക്കെ വെറുതെ ഇട്ടേക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇത് 1 അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തു. റൈസ് അങ്ങനെ 2 ലെയറായിട്ട് ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ട് റൈസ് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, നല്ല മസാലയൊക്കെ എവിടെ പോയി എന്നറിയാൻ പാടില്ല, ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, വേഗം പണി കഴിയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. എപ്പോൾ ഉണ്ടാക്കിയ ഇറച്ചിയൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കോമ്പിനേഷനായിട്ട് അച്ചാറും കച്ചമ്പറുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. ഇതൊരു വെറൈറ്റിയാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. മസാല കൂട്ടി വെച്ചിട്ട് നമുക്ക് വേറെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്ന് വേവിച്ചാൽ മതി. ചിക്കൻ ആയതുകൊണ്ട് വേഗം വെന്തും കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.